ഇടുക്കി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ഹൈ റേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കഴിഞ്ഞ 20 വർഷത്തിലധികമായി മറയൂരിലുള്ള ആദിവാസി കുടികളിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരികയാണ്. സ്കൂളുകൾ നടത്തി ആദിവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക, നിരവധി ബോധവൽക്കരണ പരിപാടികൾ ഇടപെട്ട് നടത്തുക, കൃഷി പരിശീലനം നൽകുക തുടങ്ങിയവയെല്ലാം ഹൈറേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ആദിവാസികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി നടത്തിവരുന്ന ചില പരിപാടികളാണ്. മറയൂർ ഗ്രാമപഞ്ചായത്ത്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയവയുമായി സഹകരിച്ചും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് HDS നബാർഡുമായി സഹകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആദിവാസികളുടെ സംയോജിത വികസന പദ്ധതി. ഈ പദ്ധതിയെ നമുക്കൊന്ന് അടുത്തറിയാം. മറയൂരെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഇവിടുത്തെ ചന്ദനക്കാടുകളും പ്രകൃതി സൗന്ദര്യവും പിന്നെ കൊതിയൂർന്ന മറയൂർ ശർക്കരയൊക്കെയാണ്. പക്ഷേ ഇവിടെയുള്ള കുടികളിലുള്ള ആദിവാസികളുടെ ജീവിതം അത്ര കണ്ട് മധുരമുള്ളതായിരുന്നില്ല. ഇവർക്കൊരു വരുമാനമായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് സംഭരിക്കുന്ന കുറച്ച് NTFP പ്രൊഡക്ട്സ് വിൽക്കുക, അത് കണക്ക് കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്യുക, പുൽത്തൈലം ഉണ്ടാക്കുക, ഇതൊക്കെ മാത്രമായിരുന്നു. അവർക്കൊരു സ്ഥിരമായ വരുമാനമോ സേവിങ്സോ ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവരുടെ ഒരു പരിതാപകരമായ അവസ്ഥയിൽ ഇവരെ എങ്ങനെ ഉന്നമനം ചെയ്യാവുന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നബാർഡ് ഇടുക്കി രൂപതയുടെ ഹൈ റേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഇവർക്ക് വേണ്ടി ഇവരുടെ സമൂല ഉന്നമനത്തിനായിട്ടുള്ളൊരു പ്രൊജക്റ്റ് വിഭാവനം ചെയ്തത്. ക്യാഷ് ക്രോപ്പുകളായ കാപ്പിയുടെയും കുരുമുളകിൻ്റെയും തോട്ടങ്ങൾ ഇവരെ കൊണ്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിച്ചു. അതിലൂടെ അവർക്കൊരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഇപ്പം ഇവരെല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. ഏകദേശം ഈ പ്രൊജക്റ്റ് ഏരിയയിൽ തന്നെ നമ്മളൊരു 416 ഫാമിലീസ്, 6 കുടികളിലായിട്ടുള്ള 416 ഫാമിലീസിനെയാണ് ആദ്യഘട്ടത്തിൽ സെലക്ട് ചെയ്തത്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 290ഓളം ഏക്കറിൽ കാപ്പി കൃഷി തോട്ടങ്ങൾ ഡെവലപ്പ് ചെയ്തു. അതിൽ നിന്ന് അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അവരുടെ സോഷ്യൽ എക്കണോമിക് ലൈഫ് ഒത്തിരിയധികം ചേഞ്ച് ചെയ്തു. എല്ലാവരും തന്നെ ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എല്ലാവരും തന്നെ അത് പൈസ സേവ് ചെയ്യുന്നു. ഒരു മേബി എനിക്കൊന്ന് 2 ലക്ഷം 3 ലക്ഷം വരെ വർഷത്തിൽ സമ്പാദിക്കുന്ന ധാരാളം പേരുണ്ട്. ഇപ്പം കുടികളിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഒത്തിരി പേർക്ക് തന്നെ വാഹനങ്ങളുണ്ട്. പലരും 4 വീലേഴ്സും 2 വീലേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒത്തിരി വീടുകളിലും TV-കളുണ്ട്. സോ അങ്ങനെ അവരുടെ ലൈഫ് ഒത്തിരിയധികം മാറിയിട്ടുണ്ട്. എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ്റിൻ്റെ സഹകരണം അതിൽ ഉറപ്പുവരുത്താറുണ്ട്. ഈ പ്രൊജക്റ്റിലാണെങ്കിലും നമ്മൾ മറയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും അത് കണക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, SC/ST ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരുടെ എല്ലാം പൂർണ്ണ സഹകരണം നമുക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം ഒരു അനന്തരഫലമായിട്ട് ഈ കുടികളിലോട്ടുള്ള മോട്ടോറബിളായിട്ടുള്ള റോഡ്സും അത് കണക്ക് അവർക്കെല്ലാം കെട്ടുറപ്പുള്ള ലൈഫ് മിഷൻ്റെ വീടുകളും ഇലക്ട്രിസിറ്റിയും ഒക്കെ നമുക്ക് ഇവിടോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഫാർമേഴ്സിൻ്റെ തന്നെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഗിരിജ്യോതി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ഇതിലിപ്പോൾ 520 പരം ട്രൈബൽ ഫാർമേഴ്സ് ഓൾറെഡി ഷെയർ ഹോൾഡേഴ്സായി. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഓണേഴ്സ്, ഇവർക്ക് മാത്രമേ ഇത് മെമ്പേഴ്സ് ആകാൻ പറ്റുള്ളൂ. സോ താമസിയാണ്ട് 750 മേളിലാവും. എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടെയുള്ള മറയൂരിലുള്ള എല്ലാ കുടികളിലുള്ള ട്രൈബൽ ഫാർമേഴ്സിൻ്റെ ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റാൻ പറ്റും. അതിലൂടെ ഇവിടെ നിന്നുള്ള കുടികളിൽ നിന്നുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ പ്രൊക്യൂർ ചെയ്യാനും വിൽക്കാനും ഈ കമ്പനിക്ക് സാധിക്കും. അതിലൂടെ വലിയൊരു നെഗോഷിയേഷൻ പവർ കിട്ടാനും കമ്പനിക്ക് ഉയർന്ന വില അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്, ഇവരുടെ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ്, അതിനൊരു ഉയർന്ന വില അത് നേടിയെടുക്കാനും അങ്ങനെ ഇവരുടെ എല്ലാം വരുമാനം വളരെയധികം വർദ്ധിക്കുവാനും സാധിക്കും.
ഞങ്ങളെ പണ്ടത്തെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. നമ്മുടെ വെറും പുല്ല് മാത്രമായിരുന്നു. ഇത് തൈല് പുല്ല് മാറ്റലും മറ്റേ കൂലിപ്പണിയും നമ്മുടെ ചന്ദനക്കുടയിൽ പോയി നമ്മുടെ ചന്ദനം ചെതുക്കിൻ്റെ പണി ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് ടീച്ചറുടെ പണി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം തേന്, കടുക്ക, നെല്ലിക്ക, ഈച്ചമ്പുല്ല് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതമായിരുന്നു. ഇപ്പോഴത്തെ ജീവിതം അങ്ങനെയല്ല. അപ്പോൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഒരു തേനെടുത്താലേ നമ്മുടെ വീട്ടിൽ കഞ്ഞിയുള്ളൂ, അല്ലെങ്കിൽ ഈ തൈലിപ്പുല്ല് മാറ്റണം. അതിന് കറക്റ്റായിട്ട് നമുക്ക് വില കിട്ടത്തില്ല. ഇപ്പം അതല്ല പ്രശ്നം. ഇപ്പം നമുക്ക് ഈ കുരുമുളക്, കാപ്പിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. അപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവരും പോലെ ഉടുക്കാനും നല്ല ഡീസൻ്റായിട്ട് പോകണം. ഇപ്പോൾ ഇപ്പോൾ ഏകദേശം തന്നെ ഒരു 10-30 വണ്ടി തന്നെ കുടിയിലേക്ക് കയറിയിട്ടുണ്ട്. എല്ലാം കയറിയത് നമ്മുടെ ഈ വികസനം വന്ന ശേഷമാണ്. അതിന് മുമ്പിൽ ഇല്ലായിരുന്നു. ഈ പുല്ലിന് മാത്രം മുറിച്ചല്ല ഈ വണ്ടിയൊക്കെ മേടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പുതിയതിൽ നമ്മുടെ കുരുമുളക് വന്നു, അതുപോലെ കാപ്പി വന്നു. ഇപ്പോൾ ഈ കാലത്തിൽ തന്നെ ഞാൻ 1800 കിലോ ആണ് നമ്മുടെ കാപ്പിക്കുരു എടുത്തത്. അത് ഏകദേശം എനിക്ക് 1,40,000 മേളിൽ കിട്ടി ഈ പ്രാവശ്യം. അപ്പോൾ ഇനി കുരുമുളക് എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വരുമാനം തന്നെ ഏകദേശം ഒരു വർഷത്തിലേക്ക് ഒരു 3 ലക്ഷം രൂപയ്ക്ക് കടന്നു. അപ്പോൾ ഇതൊക്കെ എത്തിച്ചേർന്നത് നമ്മുടെ നബാർഡ് ഒരു സഹായത്തിൽ കൂടി തന്നെയാണ്. നമ്മളെ ഇതിനെ കൊണ്ടുവരാൻ ഏറ്റവും മുൻകൈ എടുത്തത് ഹൈറേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്. അതിനെ മുതൽ അതിനെ കൊണ്ടുവന്നതായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വികസനത്തിൽ നമുക്ക് കടക്കാൻ സാധിച്ചായിരുന്നു. ഇടുക്കി ജില്ലയിലെ മറയൂർ പ്രദേശത്ത് നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സംയോജിത ആദിവാസി വികസന പദ്ധതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി കൂടെ നബാർഡിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ സോഷ്യൽ എംപവർമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സാമൂഹിക ശാക്തീകരണവും സുസ്ഥിര വികസനവും ആധാരമാക്കി നടക്കുന്ന ഒരു പദ്ധതിയാണിത്. ആദിവാസി മേഖലയുടെ ഉന്നമനത്തിനും ആദിവാസി മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. ഈ പ്രദേശത്തിൻ്റെ താമസിക്കുന്നവരുടെ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ ഉൽപ്പാദനങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട വരുമാനത്തിൽ ഒരു വർധന ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ പദ്ധതിയിൽ കൂടെ ചെയ്തിരിക്കുന്നത്. നബാർഡിൻ്റെ എല്ലാ ഇൻ്റർവെൻഷൻസിലും നമ്മൾ വുമൺ എംപവർമെൻറ്റിനായി പ്രത്യേക ഫോക്കസ് നൽകാറുണ്ട്. ഈ പ്രൊജക്റ്റിലാണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും മോണിറ്ററിംഗ് കമ്മിറ്റികളിലെല്ലാം തന്നെ വുമൺ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തിയിരുന്നു. ഇവരിലൊരു 90 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് ചൂലുണ്ടാക്കാൻ, ഇവിടെ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചിറ്റീന്ത് കൊണ്ടുള്ള ചൂലുണ്ടാക്കാനുള്ള സ്കിൽ ട്രെയിനിങ് കൊടുത്തു. അതിൽ നിന്ന് അവരിപ്പം വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ചൂലുണ്ടാക്കി അത് ഗിരിജ്യോതി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വഴി വിറ്റ് വളരെ നല്ലൊരു ഇൻകം അവർ ഏൺ ചെയ്യുന്നുണ്ട്. இவ்வளோ காலம் இந்த சூல் உண்டாக்குறத பற்றியெல்லாம் எங்களுக்கு தெரியாது. நவார்டில் எங்களுக்கு இதை ட்ரைனிங்கு கொடுத்து அது இன்ன மாதிரி தான் இந்த சூல் இப்படி தான் கிழிக்கணும், இது இன்ன மாதிரி தான் கெட்டணும் அப்படின்னு சொல்லி எங்களுக்கு சொல்லி கொடுத்தாங்க. அப்படி சொல்லி கொடுத்ததுனால எங்களுக்கு ரொம்ப நல்ல ஒரு தொழிலாக எங்களுக்கு அமைஞ்சிருக்குது. நாங்கள் போய் காட்டில் போய் இந்த புல் வெட்டி வந்து அதை காய போட்டு அதை வீட்டில் இருந்து இந்த மாதிரி எல்லாம் ஈஸி எடுத்து நாங்கள் புல் வந்து இந்த மாதிரி ஒரு சூலாயிட்டு உண்டாக்கி எடுக்குதோம். முதல்ல வந்து எங்களுக்கு 40 ரூபா ஒரு சூலுக்கு வச்சு கிடச்சு. நவார்டில் அப்படின்னு சொன்னால் இந்த சாதனம் எல்லாம் அவங்களா எங்களுக்கு கொடுத்து வாங்கி கொடுத்து நாங்கள் என்ன இதை கொண்டு வந்து கிழிச்சு கெட்டது மட்டும்தான் நவார்டில் வாங்கிடுறாங்க. முதல்ல 40 ரூபா கொடுத்தாங்க, இப்போ எங்களுக்கு 60 ரூபா கிடைக்கிது. நாங்கள் வெளியே வேலைக்கு போகணுன்னு சொன்னால் மறையூர் தான் வரணும், ரொம்ப கஷ்டமாக இருக்கும். காலையில் வந்து வீட்டுக்கு போகும்போது ரொம்ப லேட் ஆயிரும். ஆனால் இப்போ இந்த சீவை கட்டுறதுனால எங்களுக்கு வீட்டிலே இருந்து கொண்டு நல்ல ஒரு வருமானம் எங்களுக்கு கிடைச்சிருக்குது.
இதுக்கு முன்னாடி வந்து எங்களுக்கு வேலை வந்து காட்டு வேலைக்கு தான் போவோம். காட்டு வேலையில் போயிட்டு சில சமயம் இந்த மழை இருந்தால் மட்டும்தான் நாங்கள் வெள்ளாமை போட்டு எடுத்து சாப்பாடு எங்களுக்கு கிடைக்கும். இந்த மழை இல்லாத சமயத்துக்கெல்லாம் வந்து எங்களுக்கு ரொம்ப கஷ்டம். காட்டில் போய் கிழங்கு எடுத்து வருவோம், கிழங்கு எடுத்து வந்து சாப்பிடுவோம். அதுவும் இல்லாமல் பட்னியாக கிடந்த காலம் வரைக்கும் எங்களுக்கு இருந்தது தான். ரொம்ப கஷ்டப்பட்டோம். ஆனால் இப்போ வந்து இந்த நவாடு வந்ததுக்கப்புறம் எங்களுக்கு ரொம்ப ஒரு வருமானம் கிடச்சிருக்குன்னு தான் நாங்கள் சொல்ல முடியும். നമ്മൾ പ്രൊജക്റ്റിൽ കുടികളിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തത് 6 കുടികളിലായിട്ട് 416 ഫാമിലീസിനെയാണ്. സോ അതിൽ കൃഷിസ്ഥലം ഇല്ലാതെയുള്ള ഫാമിലികൾക്കായിട്ട് നമ്മൾ അവർക്ക് ആട് വളർത്താനും കോഴി വളർത്താനുമായിട്ടുള്ള സഹായ സഹകരണങ്ങളും ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തു. കൂടാതെ എല്ലാ കുടികളിലും തന്നെ ഇവിടെ ധാരാളമായി ലഭ്യമായിട്ടുള്ള ലെമൺ ഗ്രാസിന് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള പുല്ല് തൈലം ഉണ്ടാക്കാനായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. വർഷകാലത്തെ കൂട് കൃഷിക്ക് പ്രാധാന്യം ഊന്നിയിട്ടുള്ള ഒരു പദ്ധതി ആയതിനാൽ തന്നെ കൃഷിക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തേണ്ടത് പദ്ധതിയുടെ വിജയത്തിന് വളരെ അനിവാര്യമായിരുന്നു. അതിനായിട്ട് നിരവധി സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഡാമുകൾ, വാട്ടർ ടാങ്കുകൾ, സോയിൽ ബൺസ്, സ്റ്റോൺ ബൺസ്, സ്പ്രിംഗ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ കാടിനുള്ളിലോട്ട് 2-3 കിലോമീറ്ററുകൾ പോയിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ആദിവാസി ഊരുകൾ മറയൂർ ടൗണിൻ്റെ ഏകദേശം 6 മുതൽ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ചുറ്റളവിലാണ് കേരളത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകമായ ഒരു കൃഷി മേഖലയാണ് ഈ പ്രദേശം. ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി കാര്യങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് വിഭിന്നമായിട്ടുള്ള പ്രോഡക്ട്സുകളാണ് അവിടുന്ന് വരുന്നത്. അതിനൊരു അവരുടെ കൃഷി ഉൽപ്പാദനം കൂട്ടുക, ഉൽപ്പാദനത്തിൽ കൂടെ അവരുടെ വരുമാനം കൂട്ടാനുള്ള ലക്ഷ്യം കാണുക, അതിനു വേണ്ടിയിട്ട് ഉൽപ്പാദനക്കാരുടെ കൂട്ടായ്മ രൂപീകരിക്കുക മുതലായവയാണ് ഈ പദ്ധതി കൂടെ ചെയ്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ട്രൈബൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ മുതലായ ഗ്രൗണ്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രൗണ്ട് ലെവൽ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർ അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇന്നുള്ള വരുമാനത്തിൻ്റെ ഇരട്ടി വരുമാനമെങ്കിലും അടുത്ത 2-3 കൊല്ലങ്ങൾക്കുള്ളിൽ ലഭിക്കുവാനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾ ഈ പദ്ധതി കൂടെ ചെയ്യുന്നത്.